വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കാഞ്ഞിരപ്പുഴയിൽ കാണാതായ ഹനീഫയുടെയും കരിയങ്കോടപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രാജേഷിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ജില്ലകളിൽ തീവ്ര മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെ കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി. 200ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് 32 ക്യാമ്പുകളിലായി 1000ഓളം പേരാണ് കഴിയുന്നത്. അതേസമയം വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി മരിച്ചു. 38-കാരനായ സുഹൈലാണ് മരിച്ചത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിലും പാൽ ചുരത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരങ്ങളിലൂടെയുള്ള യാത്ര അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തണമെന്നും യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും വയനാട് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. വയനാട് ജില്ലയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 175 പേർ കഴിയുന്നുണ്ട്. കണ്ണൂർ കാഞ്ഞിരപ്പുഴയിൽ കാണാതായ ഹനീഫയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുപുഴ കരിയങ്കോട്ടുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട രക്ഷാപ്രവർത്തകൻ രാജേഷിന്റെ മൃതദേഹം പുളിങ്ങോം പാലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കൗഗോളി കടപ്പുറം, മഞ്ചേശ്വരം, ഉപ്പള, ശരധനഗർ കടപ്പുറം എന്നിവിടങ്ങളിലെല്ലാം കടലാക്രമണം തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്.